സന്ദീപനിയിൽ. അക്കാഡമിക്സിനോടൊപ്പം തന്നെ വളരെയധികം നോൺ അക്കാഡമിക് അറൗണ്ട് 10 നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസ് ഒരു അക്കാഡമിക് ഇയറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഡാൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ആർട്ടുണ്ട്, അതുപോലെ തന്നെ കോമ്പാറ്റ് സ്പോർട്സ് ഉണ്ട്, യോഗയുണ്ട്, സ്വിമ്മിങ്, ഇങ്ങനെ പോകും. അതിൻ്റെ ഒരു പരമ്പര തന്നെ പോകും. ഇപ്പം നമ്മൾ ആർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് എല്ലാ ടേമിലും യാതൊരു തടസ്സമില്ലാതെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ആർട്ട്. ആർട്ട് സാറ് വരും, ആർട്ട് പഠിപ്പിക്കും. ഒരു ഡേയിൽ ആർട്ട് സാറ് വന്നിരിക്കും, ആർട്ട് പഠിപ്പിച്ചിരിക്കും. അപ്പോൾ ആർട്ടെന്ന് പറയുന്നത് വളരെ കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന, കുഞ്ഞുങ്ങളിൽ ക്രിയേറ്റീവായിട്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ആർട്ട്. അത് നമ്മുടെ ഇൻ്റഗ്രൽ പാർട്ടാണ്. അതുപോലെ ഡാൻസ്, മ്യൂസിക്, എല്ലാ കുട്ടികളും ഡാൻസ് കളിക്കും, എല്ലാവരുടെയും സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടാകും. ഇതൊക്കെ സാധിക്കുന്നത് നമ്പർ ഓഫ് ചിൽഡ്രൻ കുറവായതുകൊണ്ടാണ്. നമുക്ക് കോമ്പാറ്റ് സ്പോർട്സ് ഉണ്ട്. കോമ്പാറ്റ് സ്പോർട്സിൽ ഒത്തിരി ഐറ്റംസാണ്. ആർച്ചറി, പിന്നെ കുംഫു ഒക്കെ പഠിപ്പിക്കും. പക്ഷേ നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരാഴ്ച ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ട്രെയിനിങ് നടക്കുകയാണ്. അപ്പോൾ ഇതിനകത്തു നിന്നൊന്നും ഒരിക്കലും സന്ദീപിനി പിന്മാറിയിട്ടില്ല. അവർ നന്നായിട്ട് യോഗ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും. ഇവിടെ സന്ദീപിനിയിൽ നിന്ന് പഠിച്ച് വേറൊരു സ്കൂളിലേക്ക് പോയൊരു കുട്ടി അവിടെ ഒരു ഇൻ്റർ ഡിസ്ട്രിക്റ്റ് യോഗ കോമ്പറ്റീഷന് പങ്കെടുത്തു. മ്യൂസിക് യോഗ പെർഫോം ചെയ്ത് പ്രൈസ് മേടിച്ചു.